വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് പെരുന്നാൾ ദിവസമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 4ാമത്തെ പെരുന്നാളാട്ടോ. ഫസ്റ്റത്തെ പെരുന്നാൾ ഒരു ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് അന്ന് ഞങ്ങൾ ഒരുമിച്ചല്ല. അതായത് മിസ്റ്റർ ഹസ്ബൻഡ് അന്ന് ഗൾഫിൽ പോയിനി. 2ാമതൊരു വലിയ പെരുന്നാൾ കഴിഞ്ഞ് അന്നും നാട്ടിലില്ല. 3ാമതൊരു ചെറിയ പെരുന്നാൾ കഴിഞ്ഞു, അന്നും നാട്ടിലില്ല. അങ്ങനെ 4ാമത്തെ വലിയ പെരുന്നാൾ മീൻസ് കല്യാണം കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ പെരുന്നാൾ ആണ് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നതായിട്ട്. അൽഹംദുലില്ലാ റാത്താണ്. അങ്ങനെ പെരുന്നാളായിട്ട് പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഓല് കുറച്ച് കഴിയുമ്പോൾ നിസ്കരിക്കാൻ പോകും. സോ അതിന് മുമ്പ് ഫുഡൊക്കെ ആക്കുക, പിന്നെ ഫുഡ് കഴിക്കും, പുറത്തു പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക, എന്നിട്ട് നേരെ എൻ്റെ വീട്ടിൽ പോവുക. ഇത്രയുള്ള അമ്മക്ക് പ്ലാൻ. എന്തൊക്കെ നിങ്ങളെ പ്ലാൻസ്? പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ അങ്ങനെ ഇടാനൊന്നും പറ്റില്ല, കറക്റ്റ് പ്രോപ്പറായിട്ട് ഇടുന്നില്ല. ബട്ട് അപ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് പോകുന്നുണ്ട്. ബട്ട് നമുക്കത് റെഡി ആക്കണം. സോ നമുക്ക് കാര്യമായിട്ടുള്ളൊരു വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെക്കാൻ വിചാരിച്ച്. അതൊരു മെമ്മറിയും കൂടെ ആണ്. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ കാണാം അല്ലേ. അപ്പോൾ വീഡിയോ എന്താക്കുക, ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് നമ്മളെ ചാനൽ കയറിയിട്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം, അത്ര തന്നെ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താക്കാം, വീഡിയോ ഇങ്ങനെ തുടങ്ങാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടികളാട്ടോ. അപ്പോൾ മന്തിക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ ഇന്നലെ പോയി വാങ്ങിക്കൊടുക്കണേ. അപ്പോൾ മന്തി ഉണ്ടാക്കണേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഈ വീഡിയോ എടുത്തപ്പോഴൊന്നും ഞാൻ ഇത് അപ്ലോഡ് ആക്കാൻ ഇത്രയും കണ്ട് ലേറ്റ് ആവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതായത് പെരുന്നാൾ കഴിഞ്ഞ് മാസം കഴിഞ്ഞ് നിന്നിട്ടുമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാൾ രാവിലെ തന്നെ ഓല് പള്ളിക്കൊക്കെ പോയിട്ടുണ്ടായിനി. അപ്പോൾ അത് കഴിഞ്ഞങ്ങാണ്ട് വന്നിട്ട് നമ്മൾ കുട്ടികളെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ കുളി മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. നമ്മൾ ഇതിൻ്റെ ന്യൂ ഔട്ട്ഫിറ്റ് പുറത്തേക്ക് ഇടാൻ വാങ്ങിയ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ടായില്ല, ബട്ട് വീട്ടിൽ നിന്ന് ഇടുന്ന ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ അത് ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മന്തിയൊക്കെ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫുള്ള് ക്ലിപ്പായിട്ട് വലിയ വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല, ബിക്കോസ് ഞാൻ കുറച്ച് പണിയിലൊക്കെ ഇനി. അപ്പോൾ അങ്ങനെ ഇങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസ് എടുത്തുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിന്, പക്ഷേ അതിൻ്റെ വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഓരോ പരിപാടി കൂടെ അതിൻ്റെ തിരക്കായിപ്പോയി. പിന്നെ ഇപ്പം കാണുന്ന പ്രഹസനങ്ങളും കോപ്രായങ്ങളും ഒക്കെ ഒരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് കേട്ടോ. ഞാൻ മൂപ്പർക്ക് കുറേ പറഞ്ഞെടുക്കും, മൂപ്പര് അതൊന്നും സെറ്റ് ആവണില്ല പറയും. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിനി. അത് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്ത് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത് പോയിട്ട് കാണാം. നമ്മളെ ട്രാൻസിഷൻ്റെ കേട്ടോ, ഇതിൻ്റെ ട്രാൻസിഷൻ വ്ളോഗും അങ്ങനെ കുറച്ച് ചെറിയ 2 വീഡിയോസ് അങ്ങാണ്ട് ഞാൻ ഇതിൻ്റെ അപ്ലോഡ് ചെയ്തിരിക്കണം. ബട്ട് പ്രോപ്പറായിട്ടുള്ളൊരു വ്ളോഗ് എനിക്ക് അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ കഷ്ടപ്പെട്ട് ട്രാൻസിഷനൊക്കെ എടുക്കുന്ന സീനുകളാണ് ഇപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രാൻസിഷൻ എങ്ങനെയോ ലാസ്റ്റ് നമ്മൾ തട്ടിക്കൂട്ടി ഒപ്പിച്ചു. അപ്പോഴത്തേക്ക് ലിനിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓളവിടെ നമ്മളെ കോപ്രായങ്ങൾ കണ്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിട്ടാ. എന്നോടൊരു ഷാൾ ഇട്ടുതരാൻ പറഞ്ഞ, ഞാൻ മൂപ്പരോട് ഷാൾ ഇട്ടുതരാൻ പറഞ്ഞപ്പോൾ മൂപ്പര് എന്തോ കോലത്തിൽ ഇടാട്ടോ. അത് ഇതൊന്നും സെറ്റ് ആവില്ലൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ മതി പറഞ്ഞിട്ട് ഇനി മൂപ്പരവസ്ഥ. ബട്ട് എങ്ങനെയൊക്കെ നമ്മളത് അങ്ങോട്ട് അവസാനിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് പിന്നെ നേരെ പോണത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോഴത്തേക്ക് ടൈം ഒരു 4 മണി 4:30 ആവാനായിക്കണ്. അതായത് ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടത്. നമ്മൾ രണ്ടാളും ഒരുമിച്ച് ഉള്ള ഫസ്റ്റത്തെ പെരുന്നാളാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ പെരുന്നാളിൻ്റെ അന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി അവിടെ പോയിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒട്ടുമിക്ക എല്ലാ സ്ഥലം അവിടുത്തെ എൻട്രൻസിൻ്റെ എല്ലാ സ്ഥലം ക്ലോസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ കരുതിയ സ്ഥലത്തു നിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെ കിട്ടിയോടത്തുനിന്ന് എടുക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാ. അങ്ങനെ കിട്ടിയോടത്തുനിന്ന് കിട്ടിയത് എങ്ങനെയെങ്കിലും ഒരു 2 പിക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോറി ഇടാമല്ലോ, ആദ്യത്തെ പെരുന്നാളല്ലേ എന്നൊക്കെ മൈൻഡിലായിരുന്നു നമ്മൾ. അങ്ങനെ അതും പറഞ്ഞു കണ്ടിട്ട് നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അങ്ങനെ കഷ്ടപ്പെട്ട് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ നമ്മളത് കിട്ടിയിട്ടുണ്ടായിന്. വീഡിയോസ് വലിയ മെനല്ല എന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടാ. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻസ്റ്റൻ്റെ പേജിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോസ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച തീമിൽ കിട്ടാത്തതുകൊണ്ടും ഉദ്ദേശിച്ച രീതിയിൽ കിട്ടാത്തതുകൊണ്ടും പോസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കൽ കഴിഞ്ഞാണ്ട് ഓല വീട്ടിലാക്കിയിട്ട്, അതായത്
ഒപ്പം 2 ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഓലെ വീട്ടിലും ആക്കിങ്ങാണ്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ വീട്ടിലേക്ക് എപ്പോൾ ഇറങ്ങിയാലും ഈ മഞ്ചേരിക്ക് എത്താൻ നേരത്ത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. ഈ ബ്ലോക്കിൽ പെട്ടുങ്ങാണ്ട് വീട്ടിലേക്ക് എത്തി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പരിപാടി വരില്ല, അങ്ങനത്തെ ഒരു പരിപാടി കേട്ടോ. പെട്രോൾ പമ്പിൽ കയറി എണ്ണ അടിച്ചപ്പോഴേക്ക് നമുക്ക് 2 കൂപ്പൺ ഇട്ടിട്ടുണ്ടായിട്ടോ. നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ ഈ കൂപ്പൺ ഫില്ല് ചെയ്തിടലാണേ. എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡ് പറഞ്ഞ് ഇജന്നെ ഫില്ല് ചെയ്തിട്ടാൽ മതി, 2 ആളെ പേരിൽ ഓരോന്ന് അങ്ങോട്ട് എഴുതിക്കോന്ന്. അതും പറഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് കേട്ടതിന് ശേഷം ഞാൻ അവിടുന്ന് ഓടിച്ചെന്നുങ്ങാണ്ട് അത് ഫില്ല് ചെയ്തുങ്ങാണ്ട് അവിടുന്ന് പോന്നിട്ടുണ്ടായിട്ടാ. ഇനി ബാക്കി എന്താ നടന്നതെന്നുള്ളതല്ലേ, നമുക്കിതൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എഴുതിയിടും, പക്ഷേ അന്ന് പ്രതീക്ഷിക്കണ പോലെ അങ്ങോട്ട് നടക്കലില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ കേട്ടോ. മൂപ്പരോട് ഞാനൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞു, ക്ലിയർ ഇല്ലാത്ത ഒരു സമയമാണ്, ബിക്കോസ് രാത്രിയാണ്, അതിന് വീഡിയോക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല. ബട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അത്. ാണ് വരുന്നത്. ആക്റ്റീവായിട്ട് ഒരു കോമടത്താട് പോലും കിട്ടൂല എന്ന് തോന്നുന്നുണ്ട്. ആക്റ്റീവ് അതായിരുന്നു കണ്ട, ഇത് കിട്ടുന്നാക്കാവോ, പക്ഷെ വരുന്നുണ്ട്. ആക്റ്റീവ് കിട്ടുന്നൊക്കെ വിചാരിച്ചോ. എലജി എന്തിനാ പോയത്? ഞാൻ കൂപ്പൺ എഴുതിടാന്. എന്തിനു കൂപ്പണ്? ഇവിടെ പെട്രോൾ അടിച്ചപ്പോ അല്ല ഡീസൽ അടിച്ചപ്പോ 1000 അടിച്ചപ്പോഴല്ലേ 1000 അടിച്ചപ്പോ 2 കൂപ്പൺ കിട്ടി. ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് ഇതാണ്. ആക്റ്റീവന്റെ സ്കൂട്ടർ എടുക്കണം കണ്ട. ഇതാണ് നമ്മളെന്ത് ആക്റ്റീവ. അപ്പൊ ഓൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് LED TV ഫസ്റ്റ് പ്രൈസ് ആണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഇത് കിട്ടുമ്പോ ഞങ്ങൾ ഇനി എന്ന് ഇവള് വേങ്ങുന്നാണ് പറയണത്. നമുക്ക് കിട്ടും, നമുക്ക് ഫസ്റ്റ് അടിക്കോ? എനിക്ക് ഫസ്റ്റ് എന്തായാലും അടിക്കും, അത്രക്ക് മണ്ടക്ക് ഭാഗ്യം കാണാൻ. എന്തായാലും ഒരു മന്തി കഴിക്കാൻ പോയപ്പോ കിട്ടിയുണ്ട്, ഒക്കെ എടുത്ത് വെച്ചിക്കണ്. കുഞ്ഞാമ്പാണ്ടിക്കാടാവണോ ഇതിന്റെ അതായത് ഇത് എടുക്കാൻ വേണ്ടി കുഞ്ഞാമ്പാണ്ടിക്കാടിനാണ് കുഞ്ഞാമ്പാണ്ടിക്കാടാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് എടുക്കാൻ വേണ്ടി കുഞ്ഞാമ്പാണ്ടിക്കാടിനാണ് ഞങ്ങള്. കുഞ്ഞാമ്പാണ്ടിക്കാട് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വിശ്വാസമായി അല്ലേ, കിട്ടുമെന്ന് ഉറപ്പായി കുഞ്ഞാമ്പാണ്ടിക്കാടാന്നുണ്ടെങ്കിൽ. എനിക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്, എന്താന്നുള്ളതല്ലേ, ഞാൻ എങ്ങനെ നല്ല നിലക്ക് വ്ളോഗ് എടുത്ത് തുടങ്ങിയാലും എൻ്റെ വീട്ടിലേക്ക് പോകാന്നുണ്ടെങ്കിൽ പകുതി വയ്ക്കാൻ ആ വ്ളോഗ് എടുക്കൽ അങ്ങോട്ട് അവസാനിപ്പിക്കും. അതായത് മറന്നുപോകും എക്സൈറ്റ്മെന്റ് കൊണ്ടാണ്. അപ്പോൾ ഈ വ്ളോഗൊക്കെ എത്ര എടുത്തിട്ടുള്ളൂ. സോ ഗൈസ് ദാറ്റ് ഫോർ ടുഡേ. സോ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, ലവ് യു ഓൾ.